പറയുന്നു, ആകാശത്തിൽ നിന്ന് ഒരാൾ പറന്ന് വന്നതുപോലെയാണ് എൻ്റെ മോൻ അവരുടെ മുൻപിൽ വന്നത്. വന്ന വഴിക്ക് അവിടെ ഷീറ്റെല്ലാം പൊട്ടി. പക്ഷെങ്കിൽ അവൻ്റെ കായംകുളം. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, അമ്മേ സ്തുതി. ഞാൻ ഒരു വീട്ടിൽ പോയിരുന്നു. ആ വീട്ടിൽ ഒരു ഭയങ്കരമായ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് 34 വർഷമായിട്ട് ഒരു വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു വീട് വിൽക്കാനായിട്ട് ഇങ്ങനെ ഇട്ടിരുന്നു. ഞാൻ പലവട്ടവും ചെന്നിട്ടു ജോഷത്തിനെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കോൺവെൻസിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പിന്നെ IMS അമ്മയുടെ കലണ്ടർ കൊണ്ട് അവിടെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, ഒരാഴ്ചക്കകം നിങ്ങളുടെ ആ ഭവനം വിറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. 4 ദിവസമായപ്പോഴത്തേക്കും അവരുടെ ഭവനം അത് വിറ്റു. താമസിച്ചിരുന്ന വീടിൻ്റെ കടങ്ങളെല്ലാം വീടെല്ലാം വൃത്തിയാക്കി. അവിടുത്തെ മോന് ജോലിയില്ലായിരുന്നു. അവന് നല്ലൊരു ജോലി ഒരു കടയിൽ മാന്യരായിട്ട് കയറുകയും ചെയ്തിരുന്നു. പിന്നെ ഒരു ദിവസം എൻ്റെ ചേട്ടൻ പെട്ടെന്ന് മരിച്ചു. അടക്കം കഴിഞ്ഞ് വന്നപ്പോൾ മഴയായിരുന്നു. അവിടെ ടാർപ്പ കൊല്ലത്താണ്, വലിച്ചു കെട്ടാൻ സ്ഥലമില്ല. അടുത്ത വീട്ടിലേക്ക് വലിച്ചിട്ടേക്കുമായിരുന്നു. അതഴിക്കാനായിട്ട് എൻ്റെ മോൻ മേളിൽ കയറി. ആ മഴ സമയത്ത് മുകളിൽ നിന്ന് തെന്നി അടുത്ത വീട്ടിലൊരു പോറ്റിയാണ് താമസിക്കുന്നത്. അവർ ഭാര്യയും കൊച്ചും വെളിയിൽ നിൽക്കുകയായിരുന്നു. അവരുടെ മുന്നിൽ വന്ന് വീണു. അവർ പറയുന്നു, ആകാശത്തിൽ നിന്ന് ഒരാൾ പറന്ന് വന്നതുപോലെയാണ് എൻ്റെ മോൻ അവരുടെ മുൻപിൽ വന്നത്. വന്ന വഴിക്ക് അവിടെ ഷീറ്റെല്ലാം പൊട്ടി. പക്ഷെങ്കിൽ അവൻ്റെ കൈ ഇച്ചിരി മുറിഞ്ഞത് മാത്രമേ ഉള്ളൂ. അമ്മ അവനെ രക്ഷിച്ചു. എൻ്റെ മിടുക്കോ എൻ്റെ മോൻ്റെ മിടുക്കോ ഒന്നുമല്ല, ഈ പുണ്യ മണ്ണിൽ വരുന്നത് കൊണ്ടും എൻ്റെ അമ്മയെ വിളിക്കുന്നത് കൊണ്ടുമാണ്. ഒരു ദിവസം രാത്രിയായി, 9 മണി രാത്രിയായി. ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ മോൻ ബാംഗ്ലൂരിൽ പോയിരിക്കുന്നു. തിരിച്ചു വിളിച്ചപ്പോൾ കോയമ്പത്തൂർ എത്തിയതേ ഉള്ളെന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ദേഹം കൊഴിഞ്ഞു, വല്ലാതെ വന്നു. എനിക്കൊന്നും അറിയത്തില്ല. മോനെ വിളിച്ചിട്ട് കോയമ്പത്തൂർ എത്തിയതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ജോഷച്ചനെ വിളിച്ചു. അച്ഛനെടുത്തില്ല. 10 മിനിറ്റ് കഴിയുമ്പോൾ അച്ഛൻ വിളിച്ചു. അച്ഛനില്ല, അച്ഛൻ പാലായിലാണ്. എന്താ ചേച്ചി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് സുഖമില്ല, ഇന്നതുപോലെയാ, ആരുമില്ല. മോനെവിടെ? മോൻ കോയമ്പത്തൂരാണ്, അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതേ ഉള്ളെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ചേച്ചി വിഷമിക്കണ്ട, അവനോട് പറഞ്ഞോ. ഞാൻ പറഞ്ഞില്ല, പറയണ്ട. ചേച്ചി കൊന്ത പെട്ടെന്ന് കയ്യിലെടുക്കെന്ന് പറഞ്ഞു. ഞാൻ കൊന്ത കയ്യിലെടുത്തു. അച്ഛൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ രോഗം പെട്ടെന്ന് ഞാൻ വേർത്തൊലിച്ചു. എൻ്റെ രോഗം പെട്ടെന്ന് മാറി. ഈ ജൂൺ 4-ാം തീയതി രാവിലെ ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ സ്റ്റൗ കത്തിച്ചു, ചായക്ക് വെള്ളം വെച്ചു. എൻ്റെ തല കറങ്ങി വന്നു. ഞാൻ പെട്ടെന്ന് സ്ലാബിൽ പിടിച്ചു. എന്നെ പൊക്കിയെടുത്ത് താഴെ അടിച്ചു. ആ സമയത്ത് എൻ്റെ ജോഷച്ചൻ വിളിക്കുന്നു, ചേച്ചി എന്താ സംഭവിച്ചത്? ശബ്ദമല്ലാതായല്ലോ, എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പൊന്മോനെ ഇന്ന പോലെയാണ് എനിക്ക് സംഭവിച്ചത്. അച്ഛൻ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഞാൻ എഴുന്നേൽക്കുകയും ചെയ്തു. കർത്താവേ, ഈ പൊന്നുമോനെ ഞങ്ങൾക്ക് തന്ന ദൈവം, ഈശോ വസിക്കുന്ന, ഈശോ കൂടെയുള്ള ജോഷച്ചനെ തിരുസന്നയിൽ ഏൽപ്പിക്കുന്നു. ഈ പൊന്നുമോനെ IMSനും കുടുംബത്തിനും കർത്താവെ ഞങ്ങൾക്കും ആയുസ്സും ആരോഗ്യം തരണേ. അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും രക്ഷിക്കുകയും ചെയ്ത എല്ലാത്തിനും കോടാനുകോടി നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. ഈ IMS ധ്യാനഭവനത്തിൽ കടന്നു വരുന്ന ഒരു മക്കളും വേദനയോട് തിരിച്ചു പോകാൻ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തുതി, യേശു മഹത്വം, യേശു ആരാധന. ആമി. ഇന്ന് 4 മണി വരെ എനിക്ക് വയ്യായിരുന്നു. പെട്ടെന്ന് ഞാൻ ചാടി എണ്ണിച്ചാണ് ഞാൻ ഇവിടെ എത്തിയത്. എൻ്റെ അമ്മ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. യെശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 10-ാമത്തെ വാക്യം. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. നമുക്ക് ഈ സഹോദരിയുടെ കുടുംബത്തിന് ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങൾ പറയുകയുണ്ടായി. ഇതിനെല്ലാം ഓർത്തുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹാല 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 ഹാല